വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല, പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ, നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല, നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. ചിങ്ങത്തിലെ വിവാഹം ഈ വരുന്ന 15-ാം തീയതി. നല്ല മുഹൂർത്ത, ജാതകം കൈമാറുക 10:30-ക്കും 11:30-ക്കും ഇടയ്ക്ക്. പറ്റിയാൽ അമ്മാവൻ വന്ന് അനുഗ്രഹിക്കണം. വരില്ലേ? നീയാണ് കേശവൻ നായരുടെ അനന്തരവൻ. എന്റെ ഈ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യം നീ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പൊ ജയ, നമുക്ക് ഈ കല്യാണം കെങ്കേമമാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? കേശവൻ നായരുടെ അനന്തരവളുടെ കല്യാണമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? ഒരു 3000 പേർക്കെങ്കിലും സദ്യ, 4 ആന, താലപ്പൊലി, ഭരതനാട്യം, കുച്ചിപ്പിടി. പക്ഷേ ഇതിനൊക്കെ കൂടി നല്ല തുകയാവുമല്ലോ. എന്റെ എവിടുന്ന കാശ്? അമ്മാവൻ സെന്റിന് ഒരു 10,000 രൂപ വെച്ച് വീടും സ്ഥലം എടുത്തോളാന്നല്ലേ പറഞ്ഞത്? എടുത്തോ. അമ്മാവന് പറ്റിയ അനന്തരവൻ തന്നെ. എന്താ അമ്മാവത്? അഡ്വാൻസ് 50,000. അഡ്വാൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം മുദ്രപത്രം തന്നെ. അമ്മ വിഷമിക്കാതെ, ഒരാവശ്യം വന്നോണ്ടല്ലേ, വേറെ വഴിയില്ലല്ലോ. അമ്മ അവരിതൊന്ന് വായിച്ചു നോക്കിയേ. ഇതും പറഞ്ഞ് ഈ വീട്ടിൽ കാല് കുത്തിയാൽ അമ്മാവനാണെന്ന് ഞാൻ നോക്കിയില്ല, കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ പകള, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. അല്ല, ഒരു 10,500. എന്താ കൊട? ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അയക്കിനി വീട് കൂടി കൊണ്ടുപോയി. അയ്യോ, അതൊക്കെ പോട്ടെ, ആളെ ഞാൻ കണ്ടു. അല്ല, സ്ത്രീധനവും കല്യാണ ചെലവൊക്കെ ആയിട്ട് നല്ലൊരു തുക വേണ്ടേ? വേണം, കാശിന് കാശ് തന്നെ വേണ്ടേ? അതിനെ കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് എനിക്കറിയാം. ഏട്ടന് ആരോടെങ്കിലും കടം വാങ്ങിക്കാനായിരിക്കും ഇത്രയും കാശ് ചെലവാക്കി. എനിക്കിപ്പോ കല്യാണം വേണ്ട. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എടി, വീട്ടുകാർക്ക് വേണ്ടി ഇത്തിരി കടം മേടിക്കലും കഷ്ടപ്പെടലൊക്കെ ഗ്രഹനാഥന്മാർക്കൊരു സുഖ. ആ സുഖം ഞാനും അനുഭവിക്കട്ടെ. എന്റെ കുഞ്ഞിപ്പെങ്ങള് കഞ്ഞി കുടിച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താമ്മേ? നിനക്ക് എറണാകുളത്ത് പോയി നമ്മുടെ സേതുവിനെ ഒന്ന് കണ്ടൂടെ? വേണ്ടമ്മേ, വല്യേട്ടനൊക്കെ വലിയ സ്ഥിതിയിലല്ലേ, കോടീശ്വരൻ. കാശ് കൊണ്ട് ഈശ്വരന്മാരായവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് താഴേക്കടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ബന്ധുക്കളെയാ. വല്യേട്ടന്റെ വീട്ടുമുറ്റത്ത് നിന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലേ. എന്തായാലും അവനെന്റെ ഏട്ടത്തിയിടം പോനല്ലേ, വല്യമ്മയുടെ മോനോട് ഒരു സഹായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ടമ്മേ, വീട്ടുകാരോട് പിണങ്ങി നാട് വിട്ടു പോയപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതെ നമുക്ക് കാശിന്റെ ആവശ്യം വന്നപ്പോ അന്വേഷിച്ചില്ല എന്ന് വെച്ചാ, അതൊന്നും ശരിയാവില്ല.